വെൽക്കം ടു ടോസ് അക്കാദമി. വരുന്ന ഞായറാഴ്ച സെറ്റ് പരീക്ഷ നടക്കാൻ പോവുകയാണ്. അപ്പം സെറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ വെരി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സെറ്റ് ഇക്കണോമിക്സ് പരീക്ഷ എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന സെറ്റ് പരീക്ഷയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജാൻ 2024 വന്നതാണ്. ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. അപ്പോൾ അതിൽ പറയുന്നത് ഐസോകോൺ കർവ്സ് ഓഫ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഐസോകോൺ കർവ്സ് എടുത്താൽ അത് ഒറിജിനോട് അതായത് കോൺവെക്സ് ആയിട്ടാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ റീസൺ ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ യൂണിറ്റ് elasticity of factor substitution in Cobb Douglas production function lies in between infinite substitution elasticity in the case of perfect substitute factors and zero substitution elasticity between the two perfect complementary factors എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന്, കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഐസോകോൺ കർവ്സ് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അതായത് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ലൈസ് ഇൻ ബിറ്റ്വീൻ ഇൻഫിനിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇലാസ്റ്റിസിറ്റി ഇൻ ദി കേസ് ഓഫ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫാക്ടേഴ്സ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫാക്ടേഴ്സ് ആണെങ്കിൽ അവർ തമ്മിൽ, അതായത് ഈ ലേബർ ആൻഡ് ക്യാപിറ്റൽ പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണെങ്കിൽ അതിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അതുപോലെ കോംപ്ലിമെന്ററി ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഇതെന്ന് പറയുന്നത് സീറോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും അല്ലാതെ, പെർഫെക്റ്റും അല്ല കോംപ്ലിമെന്ററി അല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഐസോകോൺ കർവ് എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺവെക്സ് ടു ദ ഒറിജിൻ എന്നാണ് പറയുന്നത്. സോ ദ അസേർഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എയും ആറും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ 6 എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നാണ് പറയുന്നത്. കാരണം ഈ അസേർഷൻ കറക്റ്റ് ആണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അത് കോൺവെക്സ് ആവുന്നത്? ഡ്യൂ ടു ദ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. റീസൺ ഈസ് ഓൾസോ കറക്റ്റ്. അതായത് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഈസ് ഈക്വൽ ടു 1 ആണ്. യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ ഈ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കേസിലും പെർഫെക്റ്റ് കോംപ്ലിമെൻ്ററിയുടെ കേസിലും വന്നിരിക്കുന്നതും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടും കറക്റ്റാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ആ ഒരു അസേർഷൻ്റെ കറക്റ്റ് റീസണിങ്ങും തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് മാർജിനൽ കർവ് റീച്ചസ് അറ്റ് ഇറ്റ്സ് മിനിമം പോയിന്റ് ബിഫോർ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് ആൻഡ് എ സി കർവ്. എ സി കർവിനും എ വി സിയും മിനിമത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ മാർജിനൽ കർവ് എത്തും. അത് ശരിയാണ് അല്ലേ? പിന്നെ അടുത്തത് എം സി കർവ് ഇൻ്റർസെക്ട് ദ എ വി സി ആൻഡ് ദ എ സി കർവ് അറ്റ് ദെയർ ലോവസ്റ്റ് പോയിന്റ്. അതായത് എം സി കർവ് എ വി സിയുടെയും എ സിയുടെയും ലോവസ്റ്റ് പോയിന്റിൽ വെച്ചിട്ടാണ് ഇൻ്റർസെക്ട് ചെയ്യുക എന്നുള്ള റീസണും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എ കറക്റ്റ് ആണ്, പക്ഷെ ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതാണ് ആക്ച്വലി നമ്മളുടെ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ആവറേജ് കോസ്റ്റ് കർവ്, ഇതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ്, ഇതാണ് എന്ത് വരുന്നത്? മാർജിനൽ കോസ്റ്റ് കർവ്. സോ ദ അസേർഷൻ എം സി റീച്ചസ് അറ്റ് ഇറ്റ്സ് മിനിമം ബിഫോർ എ സി ആൻഡ് എ വി സി ഈസ് കറക്റ്റ് അല്ലേ? ഇതാണ് മാർജിൻ കോസ്റ്റ് കർവിൻ്റെ മിനിമം എന്ന് പറയുന്നത്. അത് ഈ എ വി സിയും എ സിയും എത്തുന്നതിന് മുൻപ് തന്നെ എന്ത് വരുന്നുണ്ട്? എം സി അതിൻ്റെ മിനിമത്തിലെത്തുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയ എം സി കർവ് ഇൻ്റർസെക്ട് എ സി ആൻഡ് എ വി സി അറ്റ് ഇറ്റ്സ് ലോവസ്റ്റ് പോയിന്റ് ആണല്ലോ. കാരണം എം സി എ സിയുടെയും എ വി സിയുടെയും ലോവസ്റ്റ് പോയിന്റ് കൂടെയാണ് എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. ബട്ട് ദ റിയൽ റീസൺ ഫോർ എം സി കർവ് റീച്ചസ് അറ്റ് ഇറ്റ്സ് മിനിമം പോയിന്റ് ബിഫോർ എ സി ആൻഡ് എ വി സി ഈസ് ഡ്യൂ ടു റീച്ച് ദെയർ മിനിമം പ്രോഫിറ്റ്. മിനിമം പ്രോഫിറ്റിൽ പെട്ടെന്ന് എത്തുന്നത് കൊണ്ടാണ് എം സി എന്ത് വരുന്നത്? മിനിമം പോയിന്റിൽ ആദ്യം എത്തുന്നത്. അതാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇഫ് ലിഷർ ഈസ് ആൻ ഇൻഫീരിയർ ഗുഡ്. ലിഷർ എന്ന് പറയുന്ന ഒരു ഇൻഫീരിയർ ഗുഡ് ആണെങ്കിൽ ലേബർ സപ്ലൈ കർവിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ ഒരു ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഗുഡ് ഹൂസ് ഡിമാൻഡ് ഡിക്ലൈൻസ് ആസ് ഇൻകം ഇൻക്രീസസ്. ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ആ ഇൻഫീരിയർ ഗുഡിൻ്റെ ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. സോ വെൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഡോമിനേറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ആർ വില്ലിംഗ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദെയർ ലിഷർ ടൈം വിത്ത് വർക്കിംഗ് ടൈം. സോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുന്നത്? ദേ ആർ വില്ലിംഗ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്
leisure time with working time. So therefore they prefer to work more hours and spend less time in leisure. So അതുകൊണ്ട് തന്നെ ഇവിടെ ലിഷർ എന്ന് പറയുന്നത് ഒരു ഇൻഫീരിയർ ഗുഡ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ലേബർ സപ്ലൈ കർവ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. സോ ഇറ്റ് മീൻസ് ദാറ്റ് വേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വർക്കേഴ്സ് എന്ത് ചെയ്യും, ദേ വില്ലിംഗ് ടു സപ്ലൈ മോർ ലേബർ ആൻഡ് ദേ പ്രിഫർ മോർ ആൻഡ് കൺസ്യൂം ലെസ് ലിഷർ ടൈം. ഇനി ഒരു ചോദ്യം എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, പ്ലേസ് ടു പ്ലേസ് ആൻഡ് ടൈം ടു ടൈം. സോ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഈസ് പ്രൈമർലി എ സബ്ജക്റ്റീവ് കൺസെപ്റ്റ് ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഡിഗ്രി ഓഫ് കൺസ്യൂമേഴ്സ് ഡിസയർ ഓർ ഡിമാൻഡ് ഫോർ സർട്ടൻ കമ്മോഡിറ്റി അറ്റ് എനി ഗിവൺ ടൈം എന്നാണ് പറയുന്നത്. സോ ദ ആൻസർ എന്ന് പറയുന്നത് ഈ അസേഷനും റീസണും കറക്റ്റാണ്. പക്ഷേ അതുപോലെ തന്നെ ആർ എന്ന് പറയുന്നത് റീസൺ എന്ന് പറയുന്നത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നാണ് പറയുന്നത്. കാരണം യൂട്ടിലിറ്റി ഓരോ ആൾക്കാരിലും വ്യത്യസ്തമാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി എ സബ്ജക്റ്റീവ് കൺസെപ്റ്റ് ആണ്. അത് നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ ഡിസയറിനെ ആണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചോദ്യമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ രണ്ട് ചോദ്യങ്ങൾക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഇട്ടുകൊണ്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഇട്ട് വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ സോ അതിൻ്റെ കറക്റ്റ് റീസൺ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ റിവീൽസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് മാർജിനൽ റവന്യൂ ഇൻ ദ മൊണോപ്പൊളി മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. മാർജിനൽ റവന്യൂ ഈക്വൽ പി ഇൻറ്റു 1 - 1/E. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇനി ഐഡന്റിഫൈ ദ നെസസറി കണ്ടീഷൻസ് ഫോർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എക്സിസ്റ്റൻസ് ഓഫ് മൊണോപ്പൊളി, ഡിഫറൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് മാർക്കറ്റ്, സെപ്പറേഷൻ ഓഫ് മാർക്കറ്റ്സ്, നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ബയേഴ്സ്, ഡിഫറൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മളുടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ആവശ്യമുള്ള കണ്ടീഷൻസ് ആണ് നോക്കേണ്ടത്. സോ ദ ആൻസർ ഇസ് ആദ്യത്തെ 4 മൊണോപ്പൊളി വേണം, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിഫറെൻ്റ് ആയിരിക്കണം, മാർക്കറ്റ്സ് സെപ്പറേറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ കോണ്ടാക്ട്സ് ബയേഴ്സിന് തമ്മിൽ ഒരു കോണ്ടാക്റ്റും പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം ഇത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് സെൻ്റെ വെൽഫെയർ ഫംഗ്ഷൻ റിലൈസ് ഓൺ ഏതിലാണെന്നാണ് ചോദിക്കുന്നത്. ബേസിക്കലി സെന്നിൻ്റെ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ വെൽത്ത്. ഓക്കെ, സോ അമർത്യ സെന്നിൻ്റെ മെയിൻ ആയിട്ടും തിയറി എന്ന് പറയുന്നത് കേപ്പബിലിറ്റി അപ്രോച്ചാണ്. അത് ഇൻഡിവിജ്വലിൻ്റെ വെൽത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ചോദ്യം GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇസ് മെഷേർഡ് ആസ് എന്തിനെയാണ് മെഷർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ്. ഇനി ഒരു ചോദ്യം എന്ന് പറയുന്നത് മോണിറ്ററി പോളിസീസ് ഇൻഎഫക്റ്റീവ് ആൻഡ് ഫിസ്ക്കൽ പോളിസീസ് ഹൈലി ഇഫക്റ്റീവ് ഇൻ ഡാഷ് റേഞ്ച്. അപ്പം മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവും ഫിസ്ക്കൽ പോളിസിയും ഇഫക്റ്റീവ് ആകുന്നത് കെയ്നീഷ്യൻ റേഞ്ചിലാണ്. ക്ലാസിക്കൽ റേഞ്ചിൽ എന്ത് വരുന്നുണ്ട്, ഒരിക്കലും ഫിസ്ക്കൽ പോളിസി, കാരണം അവർ ലേസീസ് ഫെയറിനെ സപ്പോർട്ട് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസിക്കലിൻ്റെ സൈഡിൽ ഫിസിക്കൽ പോളിസി വരുന്നില്ല. അവിടെ വരുന്നത് മോണിറ്ററി പോളിസിയാണ് എന്ത് വരുന്നത് അവിടെ എഫക്റ്റീവ് ആവുന്നത്. പിന്നെ ഈ ഇൻ്റർമീഡിയറ്റ് റേഞ്ചിൽ ബോത്ത് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ആർ എഫക്റ്റീവ് ആണ്. സോ ഗിവൺ ദ കൺസംഷൻ ഫംഗ്ഷൻ C is equal to 0.60y and the investment function I equal 200 minus 0.40i, then the equation of IS function will be എന്തായിരിക്കും IS function ഇക്വേഷൻ എന്നുള്ളതാണ് ചോദ്യം. സോ നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് y ഈക്വൽ 500 മൈനസ് ഐ ആണ്. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൺസംഷൻ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സേവിങ്ങിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. സേവിങ് ഈസ് ഈക്വൽ ടു ഇൻകം മൈനസ് കൺസംഷൻ ആണ്. സോ എസ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് സി. സോ സി എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, 0.60y. സോ എസ് ഈസ് ഈക്വൽ ടു 0.40y ആവും. സോ IS കർവ് എന്ന് പറയുന്നത് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ എടുക്കുമ്പോൾ എന്ത് വരും, 200 മൈനസ് 0.40i പ്ലസ് 0.4y. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് y കണ്ടുപിടിക്കുക. അപ്പോൾ y എന്ന് പറയുന്നത് എത്ര വരും, 500 മൈനസ് ഐ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം കൺസംഷൻ എന്ന് പറയുന്നത് C ഈസ് ഈക്വൽ ടു 50 പ്ലസ് 0.80y ആണ്. അങ്ങനെയാണെങ്കിൽ കൺസംഷൻ എത്രയെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം, C ഈസ് ഈക്വൽ ടു 50 പ്ലസ് 0.YD എന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ വാല്യൂസ് ആയിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് നോക്കാം. ഓക്കെ, അങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് ഈ
ഈ ആൻസർ ഏതിനാണ് കറക്റ്റായിട്ട് വരണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഡിസ്പോസബിൾ ഇൻകത്തിന് നമ്മളിവിടെ 160 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 200 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അത് സോറി, ഡിസ്പോസബിൾ ഇൻകം 200 കൊടുക്കുമ്പോൾ നമ്മൾക്ക് 160 ആണോ ഇവിടെ ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. അങ്ങനെ ഓരോ ഡിസ്പോസബിൾ ഇൻകവും നമ്മൾ എന്ത് ചെയ്യണം, ഈ വൈഡ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഏതാണ് ഇവിടെ വാല്യൂ കിട്ടുന്നത് നോക്കാം. അപ്പം നമ്മൾ നോക്കുമ്പം ഇവിടെ 400 വരുമ്പോഴാണ് നമുക്ക് ഇവിടെ എത്ര കിട്ടുന്നത്, 370 കിട്ടുന്നത്. ബാക്കി ഓരോ വാല്യൂസ് ഇട്ടാലും നമ്മൾക്ക് ഈ 160, 150, 250 എന്നുള്ള വാല്യൂസ് അല്ല കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വേ ഓഫ് ഡൂയിങ് ദീസ് ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് among the following statement is correct? So statement 1, life cycle hypothesis was developed by ആൽബർട്ട് ആൻഡോ ആൻഡ് മൊഡിഗ്ലാനി. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത്, ദ ബേസിക് അസംപ്ഷൻ ഓഫ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് ഇസ് ദാറ്റ് കറന്റ് കൺസംപ്ഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് കറന്റ് റിയൽ ഇൻകം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾക്ക് 3 എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നത് ആൽബർട്ട് ആൻഡോ മൊഡിഗ്ലാനി തന്നെയാണ്. ആൽബർട്ട് ആൻഡോ ആൻഡ് മൊഡിഗ്ലാനി തന്നെയാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് പ്രകാരം നമ്മളുടെ കറണ്ട് കൺസംപ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ട് ഇൻകത്തിനെ തന്നെയാണ്. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാ ഹൈപ്പോത്തസിസിനെയും അസംപ്ഷൻ നന്നായിട്ടൊന്ന് നോക്കി വെക്കണം. ഓക്കെ, ഇനി പവർ ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആക്ച്വലി നോട്ട് കമ്മിറ്റിംഗ് എ ടൈപ്പ് 2 എറർ ആണ്. ഓക്കെ, നോട്ട് കമ്മിറ്റിംഗ് എ ടൈപ്പ് 2 എറർ ആണ്, ടൈപ്പ് 1 എറർ അല്ല. ഓക്കെ, ഇനി ഓട്ടോ കോറിലേഷൻ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ക്യാൻ ബി മെഷേർഡ് യൂസിങ് ഡർബൺ വാട്സൺ ടെസ്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡർബൺ വാട്സൺ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഓട്ടോ കോറിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു ചോദ്യം, അരിത്മെറ്റിക് മീൻ ഓഫ് 100 ഐറ്റംസ് ഇസ് 34. അത് പക്ഷേ ഒരു കാൽക്കുലേഷൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, 3 ഐറ്റംസ് നമ്മൾ റോങ്ലി കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് മീൻ എത്രയാണെന്നാണ് ചോദ്യം. സോ മീൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 34, നമ്പർ 100 തന്നിട്ടുണ്ട്. സോ എക്സ് ഇസ് ഈക്വൽ ടു മീൻ ടൈംസ് എൻ. അപ്പോൾ എത്ര വരും, 3400 ആണ് നമ്മളുടെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത്. 3400 ആണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് ഈ 3 എണ്ണമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റോങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 3400 പ്ലസ് 118 പ്ലസ് 70 പ്ലസ് 19 ആണ്. ഓക്കെ, അപ്പോൾ എത്ര വരും, 3607. അപ്പോൾ നമ്മൾ ന്യൂ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ 3607 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ നിന്നും നമ്മൾ ഈ 3 എണ്ണത്തിന് മൈനസ് ചെയ്ത് കളയുക. അപ്പോൾ ഇതിൽ എത്ര വരും, 3 എണ്ണത്തിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം, സബ്ട്രാക്ട് റോങ് നമ്പർ ഫ്രം 3607. അപ്പോൾ ഇതിൽ നിന്ന് ഈ 3 എണ്ണത്തിന് നമ്മൾ മൈനസ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3320 കിട്ടും. സോ ദാറ്റ് ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പം കറക്റ്റ് മീൻ എന്ന് പറയുന്നത് 33.2 ആണ്. ഓക്കെ, സോ അടുത്തൊരു ചോദ്യം, ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ തന്നിട്ടുണ്ട് 12, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആണ്. അങ്ങനെയാണെങ്കിൽ പാരാമീറ്റേഴ്സ് ഓഫ് എൻ എൻ പി എത്രയാണെന്നുള്ളതാണ്. അപ്പം മീൻ എന്ന് പറയുന്നത് എൻ പിയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എൻ പി ക്യൂ ആണ്. സോ എൻ പി ഈക്വൽ 2 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എൻ പി 2 എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. സോ വേരിയൻസ് ഈസ് ഈക്വൽ ടു എൻ പി ക്യൂ. അതായത് ഇതിൻ്റെ സ്ക്വയർ എടുക്കുക, സ്ക്വയർ റൂട്ടിൻ്റെ ഇതിന് തിരിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും, 4 വരും ആൻസർ. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ എൻ പിയും നമ്മൾക്കിപ്പോൾ ഇവിടെ കിട്ടേണ്ട വാല്യൂസ് എത്രയാണ്, എന്നും പിയുടെയും വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്കിപ്പം എൻ പി 12 കിട്ടി, എൻ പി ക്യു എന്ന് പറയുന്നത് എത്ര വരുന്നു, 4 ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് പി 2/3 കിട്ടും, എൻ എന്ന് പറയുന്നത് 18 കിട്ടും. ഓക്കെ, ഇത് ചെറിയൊരു ഒരു നോർമൽ ഒരു കാൽക്കുലേഷൻ ആണ്. എൻ പി ക്യു ഡിവൈഡഡ് എൻ പി ക്യു ഈക്വൽ ടു എൻ പി. അപ്പം നമ്മൾ ആ ഒരു ഇതിന് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.